ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ബ്രോക്കർ ആയിട്ടുള്ള ജെറ്റ് എഫക്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിങ്കും കാര്യങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോമിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ജെറ്റ് എഫക്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സൈനപ്പ് കൊടുക്കുക. ഓക്കെ, എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. നമുക്ക് സൈനപ്പ് കൊടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ഇതിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജെറ്റ് എഫക്സ് ബ്രോക്കർ വരുന്നത്. ഓക്കെ, നമ്മൾ ജെറ്റ് എഫക്സ് ബ്രോക്കർ ട്രേഡും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതിന് നമ്മൾ MT5 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജെറ്റ് എഫക്സിൻ്റെ ബ്രോക്കറിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രോക്കറിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡിൽ ഫണ്ടിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ഏത് കറൻസിയിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മളിപ്പം USDയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ USD സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കറൻസി INR ആണ്. അതുകൊണ്ട് ഞാനിവിടെ INR സെലക്ട് ചെയ്തിട്ടുണ്ട്. USDTയും എല്ലാ കറൻസിയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് UPI ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ UPI പേയ്മെൻ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ $300 ആണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ $300 ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, $300 എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റുപ്പി 25,043 എനിക്ക് വേണം. ഓക്കെ, ഇനി ഇത് ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. ഇപ്പം QR കോഡ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ജെറ്റ് എഫക്സ് എന്ന് പറഞ്ഞിട്ടുള്ള UPI ID കോപ്പി ചെയ്തതിന് ശേഷം GPayയോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് UPIയിൽ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെൻഡ് റിക്വസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്കൊരു 1 ഹവറിനുള്ളിൽ നിങ്ങളുടെ ഫണ്ട് അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് MT5 ആയിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഡാഷ്ബോർഡിൽ MT5 സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ശേഷം നമ്മൾ ലൈവ് അക്കൗണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, പ്രീമിയം ഞാനിവിടെ നിങ്ങൾക്ക് പ്രോ അക്കൗണ്ട് $50 ആണെന്നുണ്ടെങ്കിൽ പ്രോ, $200 ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ പ്രീമിയം, $1000 ആണെന്നുണ്ടെങ്കിൽ 0 കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്രീമിയം അക്കൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹെഡ്ജിങ് സെലക്ട് ചെയ്യുക. ലെവറേജിൽ 100 ഉള്ളത് എന്ത് ചെയ്യുക, 500ലേക്ക് കൊടുക്കുക. എന്നിട്ട് ആഡ് ന്യൂ അക്കൗണ്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്കിൻ്റെ മെയിൽ ID ലോഗിൻ IDയും പാസ്വേഡും വന്നിട്ടുണ്ട്. സോ ഈ ലോഗിൻ IDയും പാസ്വേഡും നമ്മൾ MT5ൽ നമ്മുടെ മൊബൈലിൽ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ജെറ്റ് എഫക്സ് ബ്രോക്കറിനും MT5ലേക്ക് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഫണ്ട്സിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ USD എന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രം USD കൊടുക്കുന്നുണ്ട്. ഇനി ഡെസ്റ്റിനേഷൻ അക്കൗണ്ട് നമുക്ക് മെയിലിലേക്ക് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഇതാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാൻ ഇത് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എത്ര % ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, 100% എന്ത് കൊടുക്കുക, ട്രാൻസ്ഫർ കൊടുക്കുക. 100% ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. നമ്മുടെ ഫണ്ട് നമ്മുടെ MT5ലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ഇവിടെ സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ഉണ്ട്. ഇനി നമ്മൾ MT5 യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.